Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 കേരളത്തിലെ എഞ്ചിനീയറിംഗിനും ഫാർമസി കോഴ്സിനും അഡ്മിഷൻ ലഭിക്കാനുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷന്റെ മാർക്ക് നോർമലൈസ്ഡ് മാർക്ക് ലിസ്റ്റും പെർസെന്റേജ് സ്കോർ എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ജൂൺ 30 മുമ്പായി ഈ എക്സാമിനേഷൻ എഴുതിയ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റായ www.ckerala.gov.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ +2 മാർക്ക് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. നമുക്കറിയാം എഞ്ചിനീയറിംഗിനും ഫാർമസി കോഴ്സിനും എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. പക്ഷേ ഈ എൻട്രൻസ് എക്സാമിനേഷന്റെ മാർക്കിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നത്. പകരം +2 മാർക്ക് ലിസ്റ്റും 1:1 എന്നുള്ള റേഷ്യോയിൽ എൻട്രൻസിന്റെ മാർക്കും +2 മാർക്കും 1:1 എന്നുള്ള റേഷ്യോയിൽ കൺസിഡർ ചെയ്തിട്ടാണ് കേരളത്തിലെ എൻട്രൻസിന്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുക. എഞ്ചിനീയറിംഗ് കോഴ്സിനും ഫാർമസി കോഴ്സിനും റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുക. ഇത് പബ്ലിഷ് ചെയ്യാൻ നമ്മുടെ മാർക്കുകൾ ഓരോ ബോർഡുകളും, നമുക്കറിയാം കേരളത്തിൽ 3 ബോർഡാണുള്ളത്, CBSE, ISE, സ്റ്റേറ്റ് ബോർഡ്. ഈ 3 ബോർഡുകളും ഈ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാർക്കുകൾ എൻട്രൻസ് കമ്മീഷണർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ കാൻഡിഡേറ്റ്സും നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ യൂസ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് എൻ്റർ ആയതിനു ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ വൈസ് നമ്മൾ ചെക്ക് ചെയ്യുക. എൻട്രൻസ് കമ്മീഷൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്ക് നമ്മുടെ തന്നെ കൃത്യമാണ്, മിസ്റ്റേക്ക് ഇല്ലാതെയാണ് എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് ഓരോ വിദ്യാർത്ഥികളുടെയും കാൻഡിഡേറ്റിന്റെയും ഡ്യൂട്ടിയാണ്. നാം വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർക്കിന് ഏതാ നോക്കേണ്ടത്? സെക്കൻഡ് ഇയറിന്റെ മാർക്ക് മാത്രമാണ്. ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് ബോർഡ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും മാർക്കുണ്ട്. പക്ഷെ നാം ചെക്ക് ചെയ്യേണ്ടത് സെക്കൻഡ് ഇയറിന്റെ മാർക്ക് മാത്രമാണ് നാം അവിടെ എൻട്രി ചെയ്യുകയും ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ഇയറിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ്? ഫിസിക്സും കെമിസ്ട്രി, മാത്സും. ഈ 3 സബ്ജക്റ്റുകളുടെ സെക്കൻഡ് ഇയറിന്റെ മാർക്കുകൾ CBSEയുടെയും ISEയുടെയും സ്റ്റേറ്റ് ബോർഡും ഏത് മാർക്ക്? സെക്കൻഡ് ഇയറിന്റെ ഈ 3 സബ്ജക്റ്റുകളുടെ മാർക്ക് മാത്രമാണ് റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുക. അപ്പോ നാം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നമുക്ക് സ്കോർ ചെയ്ത നോർമലൈസ്ഡ് മാർക്കും അതിനോടൊപ്പം ഈ +2 ബോർഡ് എക്സാമിനേഷന്റെ മാർക്കും രണ്ടും 1:1 എന്നുള്ള റേഷ്യോയിൽ കൺസിഡർ ചെയ്യാൻ നമ്മുടെ +2 മാർക്ക് കൃത്യമായി എൻട്രൻസ് കമ്മീഷൻ എടുത്തിരിക്കുന്നത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെയാണെന്ന് ചെക്ക് ചെയ്യേണ്ടത് ഓരോ കാൻഡിഡേറ്റിന്റെയും ഡ്യൂട്ടിയാണ്. ഇത് ചെക്ക് ചെയ്യാതെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ എൻട്രൻസ് കമ്മീഷൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും കൺസിഡറേഷനും നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജൂൺ 30 മുമ്പായിട്ടുള്ള 3 ദിവസങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാണ്. കാരണം നാം പഠിച്ചതുപോലെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയതുപോലെ അല്ലെങ്കിൽ അതിൽ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളത്. നമുക്കറിയാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിലൂടെയാണ് കേരളം മുഴുവനുള്ള എഞ്ചിനീയറിംഗിന്റെ ഗവൺമെന്റ് സെക്ടറിലെയും ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജുകളുടെയും സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിലെയും മുഴുവൻ സീറ്റുകളിലെയും അഡ്മിഷൻസുകൾ ഫില്ല് ചെയ്യുന്നത്. അതിനോടൊപ്പം B.Pharm കോഴ്സിന്റെ ഫാർമസി കോഴ്സിന്റെ ഫിസിക്സ് കെമിസ്ട്രി എക്സാമിനേഷനെ എഴുതി ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഫാർമസി കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നതും ഈ റാങ്ക് ലിസ്റ്റിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഈ ഒരു റാങ്കിങ്ങിലേക്ക് കീമിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാൻ നമ്മുടെ മാർക്ക് ഏറ്റവും മികച്ച റാങ്കിങ്ങിലേക്ക് എത്താനുള്ള നമ്മുടെ കറക്റ്റ് മാർക്ക് തന്നെയാണ് എൻട്രൻസ് കമ്മീഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്ന് എല്ലാ വിദ്യാർത്ഥികളും എൻഷുർ ചെയ്യുക. അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 ആണ്. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.